ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ഒരുപാട് കമൻസ് ഉണ്ട്. കമൻസ് നമുക്കെതിരെ വന്ന ഒരുപാട് കമൻസ്. അതായത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിയോ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനെ നമ്മുടെ സ്വന്തം മലയാളത്തിൽ നിന്ന് വരുന്ന ലാലേട്ടൻ്റെ എമ്പുരാൻ സിനിമ പൊട്ടിക്കണം എന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ അതിന് താഴെ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്. ഇത് അവരുടെ അഭിപ്രായമാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ, അല്ലാതെ മോശമായിട്ടുള്ള രീതിയിലല്ല അത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്ദിയില്ല, നിങ്ങൾ നന്ദികേട് കാണിച്ചു. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ട് കേട്ടോ. അവസാനം നന്ദിയില്ല എന്ന് പറയുന്നത്, അതായത് ലിയോ സിനിമയുടെ ഒരുപാട് വീഡിയോ നിങ്ങൾ ചെയ്തു, എന്നിട്ട് ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ലിയോയുടെ ആവശ്യമില്ല, അപ്പോൾ നിങ്ങൾ എംബ്രാൻ്റെ കൂടെ കൂടിയിട്ട് ലിയോനെ മറന്നു, ചവിട്ടി താഴ്ത്തുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻസുകൾ. ഇപ്പോൾ ഈ 12 കോടി എന്നുള്ള റെക്കോർഡ് ഉണ്ടല്ലോ, അതിന് മറികടക്കും എമ്പുരാൻ എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ ഒരു രീതിയിലുള്ള കമൻസ് വന്നിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിജയുടെ ഇതിന് മുമ്പിട്ടുള്ള ഇപ്പോൾ ബീസ്റ്റ് ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ ഇട്ടിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ മറന്നോ? വിജയ് ഫാൻസിനോട് തന്നെ ചോദിക്കുന്നത്. അല്ല, ഇനിയിപ്പോ ജനനായകൻ വരുമ്പോ ഈ ലിയോനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ വർത്താനം പറയും. അപ്പൊ ലിയോനെ കൂടെ അല്ലല്ലോ നിങ്ങൾ, അതെ, ലിയോനെ നിങ്ങൾ മറന്നു, അല്ലെങ്കിൽ ലിയോനെ നിങ്ങൾ മറ്റേ എന്താക്കി അങ്ങനെ. അപ്പൊ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലായിരിക്കും അല്ലേ? അതായത് ജനനായകൻ ലിയോ സിനിമയുടെ റെക്കോർഡ് തൂക്കണം എന്നൊന്നും നമ്മൾ പറയാൻ പാടുണ്ടായിരിക്കില്ല. അതിന് കുഴപ്പമുണ്ടാവില്ല, അതങ്ങനെയാണല്ലോ. ഇതിനകത്ത് എന്താണെന്ന് അറിയോ, ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കാര്യങ്ങള് മറ്റൊരു ആള് അല്ലെങ്കിൽ മറ്റൊരു നടൻ ആ റെക്കോർഡുകളൊക്കെ തൂക്കുക എന്ന് പറയുമ്പോൾ അത് ഉള്ളിലേക്ക് അങ്ങ് എന്തോ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എടുക്കൂ, ജനനായകൻ കയറ്റൂ, എന്നിട്ട് ഇതിന്റെ മുകളിൽ കൊണ്ടുവരുമോ റെക്കോർഡ്. അതാണ് നമുക്കും വേണ്ടത്. അപ്പൊ ഞങ്ങൾ അടുത്ത സിനിമ ജനനായകന്റെ കൂടെ അത് എൻജോയ് ചെയ്യും. അതിനുശേഷം ഈ ഇതിന്റെ മുകളിൽ റെക്കോർഡ് ഇടാൻ പോകുന്ന ഒരു മലയാള സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. കാരണം റെക്കോർഡുകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാണ്ട് എല്ലാ കാലാകാലത്തേക്ക് മാത്രമാണ് ഒരു റെക്കോർഡ് ഉള്ളത്, ഒരിക്കലല്ല. അത് മാറിക്കൊണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത്, അതായത് ലിയോ വരുന്നതിന് മുൻപ് ഒരു വിജയ് സിനിമ ഇവിടെ വലിയ കളക്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഓരോ സിനിമകളും. അതിനൊക്കെ നിങ്ങൾ മറന്നോ? അതാണ് ചോദ്യം. ഇപ്പൊ ലിയോ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട്. ലിയോയും നിങ്ങൾ മറന്നേക്കൂ, അതിന്റെ മുകളിൽ ഞങ്ങൾ കേറി. അതെ, സിമ്പിൾ ആയിട്ടുള്ള കേറി ഇരുന്ന് ചെയറിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന്. അതെ, അതും 5 ദിവസം മുന്നേ. അതെ, അത്രേ ഉള്ളൂ. തൂക്കുമെന്ന് ചോദിച്ചപ്പോ അത് തൂക്കൂല എന്നുള്ള രീതിയിൽ കുറെ കമന്റ്സ് ആവുന്നത്. ആ കമന്റ്സുകളാണ് പറയാൻ പോകുന്നത്. ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലുള്ള ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും നിങ്ങൾ മറ്റേ എന്താ പറയാ വാശിക്ക് സാധനം ചെയ്ത് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. നമ്മള് കങ്കുവ സിനിമയുടെ ഒരുപാട് വീഡിയോ ചെയ്തപ്പോ, കങ്കുവയുടെ റിലീസിന് കുറച്ച് മുൻപ്, അന്ന് വിജയ് ഫാൻസിന്റെ ഒരുപാട് ഗ്രൂപ്പിൽ ഞങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇവര് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവർ നല്ല കാല് മാറുകയാണോ, അതെങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു നടന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു ചാനലാണിതെന്ന്? നമ്മുടെ വീഡിയോസ് നമ്മളെ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ആ സമയത്ത് ഏതാണോ ടോപ്പിലേക്ക് വരുന്നത് അതിന്റെ സിനിമകളെല്ലാം ഇപ്പൊ മാർക്കോ ഒക്കെ നമ്മൾ എന്തോരം ചെയ്തായിരുന്നു. അത് എഴുതിയിട്ട് നമ്മൾ ഉണ്ണിമൂന്നന്റെ മാത്രം ഫാനാണോ? അല്ല, അതങ്ങനെ തന്നെയാണ്. സിനിമ ഇപ്പൊ ഏതാണോ കത്തി കയറി നിൽക്കുന്നത് അത്. പിന്നെ ഒന്നാമത് നമ്മളെ മലയാള സിനിമയാകുമ്പോൾ അത് നമ്മൾ മാക്സിമം കൊടുക്കാനുള്ള എഫേർട്ട് നമ്മൾ കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ലയണൽ മെസ്സി 2014 ഫൈനലിൽ പോയി തോറ്റു. അന്ന് ലയണൽ മെസ്സിയെയാണ് ട്രോൾ ചെയ്തത്. അപ്പോൾ 2ാം സ്ഥാനക്കാരാവുന്നവർക്ക് പിന്നെയാണ് സ്ഥാനം. ഒന്നാമതെത്തുന്നവർക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട്. അവരുടെ കയ്യിൽ കപ്പുണ്ട്. കപ്പ് മുഖ്യം ബിഗിലേ. ഇപ്പൊ കപ്പ് എംബ്രാന്റെ കയ്യിലാണ്. ഇനി നിങ്ങൾ ആ കപ്പ് പിന്നീട് മെസ്സി 2022 വന്ന് വാങ്ങിയത്, ഖത്തറിൽ വന്നിട്ട് ആ കപ്പ് നേടിയല്ലോ, അതുപോലെ വാങ്ങും. മാറ്റം വാങ്ങാൻ പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങും. ഓക്കെ. ഒരു കാലത്ത് ലിയോ അനൗൺസ് മുതൽ സിനിമ വെച്ച് ഒരുപാട് പബ്ലിസിറ്റി ഉണ്ടാക്കിയ ടീമാണ്. ഇപ്പോൾ ലിയോയെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തന്നെ. മലയാളിയുടെ അല്ല, ആ ഒരു പവർ നമ്മളെന്തായാലും കാണിക്കും മലയാളിയുടെ. അത് പിന്നെ കാണിക്കണ്ടേ? പിന്നെ അല്ലാതെ ഞങ്ങൾ തമിഴ്നാട്ടിലല്ല ജീവിക്കുന്നത്, ഞങ്ങൾ മലയാളികൾ തന്നെയാണ്. പക്ഷെ പിന്നെ എല്ലാ സിനിമയും ഒരുപോലെ കാണണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞങ്ങൾ. അതെ, പക്ഷേ അതേ രീതിയിൽ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ചെറിയതായിട്ടൊരു ഈഗോ അടിക്കൂലേ? അത്രേ ഉള്ളൂ, ചെറുതായിട്ടൊന്നുണ്ട്.
പിന്നെ വേറെ കാര്യം എന്താ അറിയോ, ഈ കമന്റ് ഇട്ട ആളോടും അങ്ങനെ തന്നെയാണ്. എല്ലാ സിനിമകളും ഒരേപോലെ കാണാൻ ശ്രമിക്കണം. അത് അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലില്ലാത്തതുകൊണ്ട്, എല്ലാ സിനിമയും ഒരേപോലെ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ് തന്നെ വരുന്നത്. നോ വൺ ക്യാൻ ബീറ്റ് ലിയോ FTFS ആസ് എ ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത് കേട്ടോ. ലാലേട്ടൻ ഫിലിമിനേക്കാൾ എത്രയോ ആഘോഷമായാണ് വിജയ് ഫിലിം കേരളത്തിൽ കൊണ്ടാടുന്നത്. അതൊക്കെ തോന്നലാണ്. ഇതിനകത്ത് എന്താണെന്നറിയോ, ഒരു ലാലേട്ടൻ സിനിമ ഇപ്പത്തെ 5 വർഷം നിങ്ങൾ മാറ്റി നിർത്ത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചതാണ് ചരിത്രം എന്ന് നിങ്ങൾ ഒരിക്കലും. അത് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. ഇതിന് മുന്നേ ലാലേട്ടൻ സിനിമയൊക്കെ റിലീസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മുണ്ടും മടക്കി കൊടുത്ത് ഓടും. ആ ജാതി തിയേറ്ററിലെ കോളുകളൊക്കെ കാണുന്ന ഈ ലാലേട്ടൻ സിനിമ റിലീസിന് എത്തണം. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇതിന് തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ഒരാൾ. അവിടെ ആള് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇല്ല, ലാലേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ വിജയിന്. അത് അത്രേ ഉള്ളൂ. സംഭവം നമുക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നല്ല, വിജയന് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ മലയാളത്തിൽ നിന്ന് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഏതും. ഓക്കെ, അടുത്തത് ലിയോ ഇറങ്ങുന്ന ടൈമിൽ ആ കണ്ടന്റ് വെച്ച് കുറെ ഉണ്ടാക്കിയതല്ലേ, ഇപ്പോൾ അതിനോട് എന്താണോ നിങ്ങൾക്ക് പുച്ഛമായോ? ഉളുപ്പ് വേണം കുറച്ചൊക്കെ. എന്താലേ ഈ പറയുന്നവർക്കാണ് ലിയോയെ തള്ളി പറഞ്ഞിട്ടില്ല. ഇതെന്താണെന്നറിയോ, ഇവരുടെയൊക്കെ വിചാരം എന്താ അറിയോ, ലിയോ മോശം സിനിമയാന്ന് ഇപ്പൊ നമ്മൾ പറയുന്നതെന്നാണ്. എന്റെ പൊന്നു ബ്രോ, അങ്ങനെയല്ല ഞങ്ങള് പറയുന്നത്. ഇപ്പൊ ഈ ലിയോ 2 വന്നാല് ലിയോനെ എന്തായാലും മറികടക്കും നമ്മള്. പിന്നെ ഉറപ്പായിട്ടും ഇവിടെ ഈ 12 കോടി മറികടക്കും, ഉറപ്പല്ല. ഇനി എമ്പുരാനെ മറികടക്കും എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ രീതിയിൽ ലിയോ 2 വരുമ്പോൾ അപ്പോൾ ലിയോനെ നിങ്ങൾ ഒരുപാട് കണ്ടന്റ് ചെയ്തതല്ലേ, നിങ്ങൾ അതിനെ മറന്നു എന്നുള്ള രീതി ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ലിയോ 2ന്റെ കൂടെ ആയിരിക്കും. ഇത് വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടുന്നത്. നമ്മള് ഒരിക്കലും ലിയോ മോശമാണെന്നൊന്നും അല്ല. ലിയോ എടുത്ത റെക്കോർഡ് നമ്മുടെ ഒരു മലയാള സിനിമ അത് തകർക്കണം, അല്ലെങ്കിൽ അതിന് മുകളിൽ കയറണം എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അത് ശരിക്ക് ആ ദളപതി വിജയ് അല്ലെങ്കിൽ ആ ലിയോ എന്ന സിനിമയുടെ അവരുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വരുന്ന സാധനല്ലേ, അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. നമ്മൾ മത്സരിക്കുന്നത് ഒരു മലയാള സിനിമയോടല്ല, ഒരു തമിഴ് സിനിമയോടാണ്. അത് അവരുടെ ഒരു ക്രെഡിറ്റ് അല്ലേ. ഇത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതെ, ഇത് ഏത് രീതിയിലാണെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിയോന്റെ റിവ്യൂസ് അതിനുശേഷമുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ലിയോനെ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ വരെ ലിയോ മോശമാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് കാണിച്ചു തരണം. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത തമിഴ് സിനിമ. അതിൽ നമ്മൾ ലിയോന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് ആളുടെ കമന്റ്സിന്റെ ബാക്കിയുണ്ട് കുറച്ച്. മാർക്ക് മൈ വേർഡ്, ലിയോ FD അവിടെ തന്നെ ഉണ്ടാവും. L2E 9 CR വരെ പോവുള്ളൂ. 5 ദിവസം മുന്നേ 9 CR അടിച്ചു കഴിഞ്ഞു. അതെന്താ അറിയോ, വരുന്ന ആളുടെ വലുപ്പം ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മളും ഈ ഫസ്റ്റ് ഡേ ലിയോ അടിച്ചപ്പം 12 കോടി അടിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതെ, അതിന്റെ അപ്പുറം ഹാപ്പിയാണ് ലാലേട്ടൻ സിനിമ അല്ലെങ്കിൽ ഒരു മലയാള സിനിമ ഇതിന്റെ മുകളിൽ കയറുന്നു എന്ന് പറയുമ്പോൾ അതിഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിക്കും. കേരളത്തില് ലിയോ സിനിമക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. അത് വെച്ചിട്ട് 12 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദളപതി വിജയുടെ പവർ തന്നെയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. ഇനി ലിയോ 2 വരുമ്പോൾ അതിന് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും അതിനേക്കാളും മാർജിനിൽ അത് കളക്ഷൻ ഇടും. പറയാൻ പറ്റില്ല ഏത് റേഞ്ചിലെത്തുന്നു. പിന്നെ അന്നത്തെ കളക്ഷന്റെ കാര്യത്തിൽ നമ്മളന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ പല വിജയ് ഫാൻസ് തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നതിന് തമിഴ്നാട്ടിൽ 9 മണിക്കായിരുന്നു ഷോ. അതുകൊണ്ട് തന്നെ ഇവിടെ 5:30 ഷോ, 4 മണിക്ക്. ഒരുപാട് അവിടെ നിന്നുള്ള ആൾക്കാർ പോലും ഇവിടെ വന്ന് മറ്റേ പാലക്കാടൊക്കെ തലേദിവസം വന്ന് കിടന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനകത്ത്. എല്ലാ ഫാക്ടറും വരുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ്. എല്ലാം വേണം, എല്ലാം പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ നമ്മളത് ഇത് മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ. ഓക്കെ, അടുത്ത കമന്റ്, ലിയോ ഉന്നാൽ മുടിയാതെ തമ്പി. മുടിയും തമ്പി മുടിച്ചു, മുടിഞ്ചത് തട്ടിയാണ്. ഡോണ്ട് വറി, ലിയോ 2 ഈസ് വെയിറ്റിംഗ്. അതൊക്കെ അത് ന്യായം. പക്ഷെ ലിയോ 2 ഈസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ വെയിറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വരുമോ എന്നുള്ളത്, അത് ഇനി എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, വിജയെ സംബന്ധിച്ച് ഏട്ടൻ ഫാൻസും ഇക്ക ഫാൻസും ലോകി ഫാൻസും വിജയ് ഫാൻസും ഉണ്ടായിരുന്നു പടം കാണാൻ.
ലാലേട്ടന്റെ കാര്യം എടുത്താൽ സോ കോൾഡ് ഇക്ക ഫാൻസ് കേറില്ല. ഇത് തെറ്റാട്ടോ. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഞങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്കും കിട്ടണ്ട എന്നാണ് അവരുടെ മൈൻഡ്. ഒരിക്കലും സിനിമയാണ് എല്ലാത്തിനും മുകളിൽ. അതിന്റെ ഈ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ ഒരൊറ്റ ദിവസം. അതായത് ഫസ്റ്റ് ഡേ ബുക്കിംഗ് തുടങ്ങിയ ദിവസം. ഒരിക്കലും ലാലേട്ടൻ ഫാൻസ് മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അങ്ങനെ അല്ല ആവുക. ലാലേട്ടൻ ഫാൻസ് മാത്രമാണോ? അത് നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ആ ഒരു ചിന്താഗതി. അതാണ് ഇപ്പൊ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും ഫാൻസ് ഉള്ള നടൻ അത് ലാലേട്ടനാണെന്ന്. അതില് മമ്മൂട്ടി ഫാൻസ് ഉൾപ്പെടുന്നുണ്ട്. അല്ലാതെ നമ്മള് ലാലേട്ടനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ലാലേട്ടനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് മമ്മൂക്ക ഫാൻസ് ഉണ്ടാവും, ദിലീപ് ഫാൻസ് ഉണ്ടാവും, പൃഥ്വിരാജ് ഫാൻസ് ഉണ്ടാവും. അങ്ങനെ എല്ലാവരുടെ ഫാൻസും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഒരു നടനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവാം, അവർക്ക് മറ്റുള്ളവരൊന്നും ഇഷ്ടമുണ്ടാവില്ല. അതിപ്പോ ഇതേപോലത്തെ അങ്ങനെയല്ല കുറെ ആൾക്കാര്. പലരുടെയും കഴിവ് പലതാണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡം എന്നതിന്റെ അപ്പുറത്തേക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. സിനിമ എന്നത് ഇതിന്റെ ഒക്കെ മുകളിലാണ്. അത് ഇവർ തന്നെ പറയുന്നത്. ഇപ്പൊ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ഒക്കെ പറയുന്നത് തന്നെയാണ്. ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞാൽ പോലും സിനിമ എന്നും അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതുപോലെ തന്നെ തുടരും. അവിടെ പകരം വേറെ ആൾക്കാർ, ഇവർക്ക് പകരം വേറെ വരുന്നല്ല കേട്ടോ, പകരം ആൾക്കാർ വരും. സിനിമ അതേപോലെ തന്നെ തുടരും. ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് തന്നെ അറിയുന്ന സാധനമാണ്, താരങ്ങളല്ല സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്, സിനിമയാണ് താരങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു സാധനമേ ഉള്ളൂ. അതെ. ഈ രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ രീതികൾ നോക്കിയാൽ മതി. 5 വർഷം, അടുത്ത 5 വർഷം മറ്റേ ടീം വരും. ഇതൊക്കെ ഇതിനായിട്ടുള്ള വിഭാഗം മാത്രമാണോ തീരുമാനിക്കുന്നത്? അതായത് നമുക്കിത് ശരിയാവില്ല, അവരെ മാറ്റണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം. അതായത് അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭാവികളായിരിക്കും, പക്ഷെ അവർ പോലും മാറ്റി കുത്തിക്കൊണ്ടാണല്ലോ രാഷ്ട്രീയത്തിൽ ഇവിടെ മാറ്റങ്ങൾ വരുന്നത്. അത്രേ ഉള്ളൂ. ഈ റെക്കോർഡിലൊക്കെ അതുണ്ട്, എല്ലാത്തിലും ഉണ്ടാവും. ലിയോ മൂവിയേക്കാളും സ്ക്രീൻസ് ആൻഡ് തിയേറ്റേഴ്സ് എല്ലാം എമ്പുരാൻ ഉറപ്പായും കിട്ടും. അതുകൊണ്ട് എന്തായാലും ലിയോ FDFS കളക്ഷൻ മറികടക്കും, അത് ഉറപ്പാണ്. കാരണം എല്ലാ തിയേറ്റേഴ്സിലും എമ്പുരാന് ഉണ്ടല്ലോ. ലിയോയും ഉണ്ടായിരുന്നു. ലിയോ അത്യാവശ്യം നല്ല സ്ക്രീനിലുണ്ടായിരുന്നു. 700 സ്ക്രീനല്ലേ കേരളത്തിലുള്ളൂ. അതിനകത്ത് എല്ലാ സ്ക്രീനിലും ഉണ്ടായിരുന്നു. അടുത്ത് ഏതാണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് ലിയോ റെക്കോർഡ് 12 CR ആണ്. അത് പൊട്ടിക്കാനൊന്നും പറ്റില്ല മോനെ. പൊട്ടിച്ചാൽ ഞാൻ മുടി പേര് വായിക്കണ്ടല്ലേ, പേര് പറയുന്നില്ല. അപ്പൊ എവിടെയോ ഒരു മുട്ട ഇപ്പൊ ഓടി നടക്കുന്നത് കണ്ട് അടിയിലെ കമന്റ്സ് നോക്കണേ അല്ലേ? ഒരു മുട്ടയുടെ സ്മെല്ലല്ലേ? അപ്പൊ അത് ഇന്നലെ തന്നെ ചിലപ്പോ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഒരു സൈഡിൽ നിന്ന്. അതാ പറഞ്ഞത്, ആള് മുട്ട അടിക്കേണ്ട അവസ്ഥ വന്നല്ലോ, മറികടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. എവിടെയോ ഒരു മുട്ട ഓടി നടക്കുന്നത് കണ്ട് അത് ഈ കമന്റ് ഇട്ട ആളായിരിക്കും. ഏതായാലും ഈ കമന്റ് ഇട്ട ആൾക്കാരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അയാൾ അത് എടുത്തു വെച്ചിട്ടുണ്ടായേന്, മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാ നീ മുടി വെട്ടാൻ റെഡി ആയിക്കോ. ഓക്കെ. അതെ, അത് നടക്കൂല ബ്രോ. ലിയോ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ LCU മൂവി തന്നെ വരണം. കഴിഞ്ഞില്ലേ, ഇപ്പൊ തീർന്നില്ലേ? അതിന്റെ കീറിയിട്ട് എന്താ അതിനൊക്കെ പിന്നെ വേറെ എഴുതി വെച്ചോ. ലിയോനെ തൊടൂല. ഫസ്റ്റ് ഡേ എമ്പുരാൻ 9-10 കോടി അത്രയും പോകുള്ളൂ. ഇപ്പൊ തന്നെ എത്രയായിരുന്നു അറിയാവോ? അടുത്തത് ഒരു മനസ്സുഖമുണ്ട്. അതെ. എമ്പുരാൻ vs ലിയോ 2 ക്ലാഷ് ആയിരുന്നെങ്കിൽ ലിയോ 2 ചോദ്യമല്ല, ലിയോയെ തോൽപ്പിക്കാൻ എമ്പുരാനൊക്കെ പറ്റുമോ? പറ്റും, സിമ്പിൾ ആയിട്ട്. ഒരു ചിരി, ഒരു കളിയാക്കി ചിരി. ആ ചിരി ഇപ്പോൾ ഉണ്ടാവില്ലേ? നല്ല ചിരിയായിരിക്കും. ഇപ്പോഴായിരിക്കും ശരിക്കും ഇരുന്ന് ചിരിക്കുന്നത്. അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ വെച്ചിട്ട്. അയ്യോ, ലിയോനെ തൊടാൻ പറ്റൂല. പറ്റും, തൊട്ടു കീറി. ലിയോ തീരില്ല, വേണേൽ തള്ളി തീർക്കാം. ഞങ്ങൾക്ക് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല, ആ തള്ളി തന്നെ തീർത്തേക്ക്, ഞങ്ങൾ മാറി നിൽക്കുന്നു പറഞ്ഞിട്ടുള്ളൂ. ചെറിയൊരു തള്ളു അങ്ങനെ മാറ്റി നീക്കി വെച്ചു. നിങ്ങൾ പറഞ്ഞത് പലതും നടന്നേക്കാം, ബട്ട് ഒന്നൊഴികെ ലിയോ അവനെ മറികടക്കാൻ ഇനിയും ഏറെ കാത്തിരിക്കണം. എഴുതി വെച്ചോ. എന്നിട്ട് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് വാ, ഐ ആം വെയിറ്റിംഗ്. എന്തിന് ഫസ്റ്റ് ഡേ വരെ ഇരിക്കണം?
എന്തിന് ഫസ്റ്റ് ഡേ വരെ ഇരിക്കണം? അയ്യോ ഞങ്ങള് ഫസ്റ്റ് ഡേ ബുക്കിംഗ് മാത്രം എടുത്തിട്ട് വരികയാണ്. അല്ലേ ദൈവമേ, ഇത്രയും പെട്ടെന്ന് ഇതിനുള്ള മറുപടികൾ തരല്ലേ. അതെ, ഇത് മറ്റേ ഇതായിരിക്കും ആടില് പറയുന്നല്ലേ, ഇത്രയും ഗതി കേട്ടോ വേറെ ആരെങ്കിലും ഈ ലോകത്തുണ്ടാവോ ദൈവമേന്ന്. അതായത് ആൾക്ക് നീട്ടി കൊടുത്തില്ല ആയുസ്, വളരെ ചുരുക്കത്തില് വളരെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് തീർത്തു കൊടുത്ത്. യാരാലേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും 10ന് മുകളിൽ കിട്ടില്ല എമ്പുരാനെ. ഓക്കെ, മൂപ്പര് ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഓക്കെ അവിടെ ഇരിക്കട്ടെ. ചോദ്യം, നിങ്ങൾക്ക് ഈ കിഴി എന്ന കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, ഇത്രയാണ് നമ്മൾ എടുത്തു വെച്ചതുള്ളൂ കേട്ടോ. ധാരാളം. എന്താണെങ്കിലും ഇതിനുള്ള മറുപടികളൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ നൽകി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് പോണത്. അല്ലെങ്കിൽ കുറച്ചും കൂടി സംസാരിക്കാം. മാത്രമല്ല അതിന് ചാർജ് വളരെ അത് ഓഫ് ആയിട്ടില്ലല്ലോ, ഓഫ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.